ഭയ്യ, മണിപ്പൂരി കോളനി വരെ പോകാമോ? ഗ്രേറ്റ്. അയ്യോ കേൾക്ക്, ഒരു കാര്യം തരാൻ മറന്നു. ഇതാ, ഈ 10,000 വാങ്ങിക്ക്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ആൺകുട്ടി ആദ്യമായിട്ട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കും. അതിനു വേണ്ടിയാ. സൂക്ഷിച്ചു കൊടുക്കണം. നോക്ക്, ഇന്ന് നീ വളരെ സുന്ദരിയായിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്, ഓർമ്മയുണ്ട്. എൻ്റെ പേര് ഇഷാൻ അവസ്ഥി. എൻ്റെ അച്ഛൻ ഡൽഹിയിലെ ഒരു പ്രമുഖ ബിസിനസ്സുകാരന്. ഞങ്ങൾ ടെക്സ്റ്റൈൽ ബിസിനസ്സാണ് നടത്തുന്നത്. വലിയ ബിസിനസ്. പക്ഷെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്ന് വിചാരിച്ചു. താങ്ക് യു സോ മച്ച്. പ്ലീസ് ക്യാരി ഓൺ. ഇരിക്കട്ടോ. ആശ ഡാർലിംഗ്, ഹാപ്പി ബർത്ത്ഡേ. ഹേയ്, താങ്ക് യു സോ മച്ച്. ഒരു മിനിറ്റ്, നീ ഭയങ്കര ഹാപ്പി ആണല്ലോ. സത്യം പറ, എന്താ കാര്യം? എന്റെ ചെറിയ മകള് വലിയ കുട്ടിയായി. എന്താ സംഭവിച്ചെന്ന് പറ. രാവിലെ സംസാരിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല, പക്ഷെ പിന്നീട് വിളിച്ച് തന്റെ കൂടെ ഒരാളെ എന്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വാവ്, സീരിയസ്ലി? ഹാപ്പി ബർത്ത്ഡേ ആശാമ്മ. നീ ദീർഘായുസ് നേരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആശാമ്മ 100 വയസ്സ് വരെ ജീവിക്കട്ടെ. താങ്ക് യു. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്. അയ്യോ, താങ്ക് യു. 50,000 ആണ്. 50,000? ഇത്രയധികം ഞാനിത് എങ്ങനെ എടുക്കും? കൂടാതെ 1 രൂപ ശകുനമായിട്ടും. ഓഹോ, താങ്ക് യു. ആശാമ്മ, ഇനി എനിക്കുള്ളതെല്ലാം നിങ്ങളുടേതാ. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കൊന്നും ശ്രദ്ധിക്കണ്ട. പിന്നെ ജിയ എവിടെയാ? കാണുന്നില്ലല്ലോ. അവള് വരുന്നുണ്ട്, ഓൺ ദ വേ. അവളൊരാളെ കൊണ്ടുവരുമെന്നാ പറഞ്ഞത്. ബോയ് ഫ്രണ്ട് ആകും. അത് പിന്നെ ഒരു ഫ്രണ്ട്. അവള് കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെയാ വരുന്നത്. അല്ലേ? അവരുടെ കൂടെയാ വരുന്നത്. മോനെ, അവിടെ പോയി നോക്ക്. നിനക്ക് വേണ്ടി സ്വർണം കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്ത ഒരു വലിയ ബൂന്തി ലഡു എടുത്തു വെച്ചിട്ടുണ്ട്. പോയി നോക്ക്. എൻജോയ്. നീ എന്താടി ചെയ്തത്? സോറി. ഹായ് അമ്മേ. അയ്യോ ജിയ, എന്റെ ചക്കരെ. ഹാപ്പി ബർത്ത്ഡേ മമ്മ. താങ്ക് യു. ഇഷാൻ, ഹലോ ആന്റി. വാവ്, നല്ല മസിൽ. ഞാൻ ഇവനെ ഒന്ന് റോസ്റ്റ് ചെയ്യട്ടെ. കൺട്രോൾ യുവർ സെൽഫ്. നിന്റെ മകന്റെ പ്രായമാണവന്. നിനക്കിപ്പോഴും ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് കരുതി ഞാൻ എന്ത് ചെയ്യണം? മോനെ, നീ എന്താ ചെയ്യുന്നത്? ആക്ച്വലി ആന്റി, എൻ്റെ അച്ഛൻ ഡൽഹിയിലെ വളരെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനാണ്. പക്ഷെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹം. അതുകൊണ്ട് ഞാനൊരു ചെറിയ ഇമ്പോർട്ട് എക്സ്പോർട്ട് സ്റ്റാർട്ടപ്പ് നടത്തുക. അതിൽ നിന്ന് വർഷം ഏകദേശം 7 ലക്ഷം വരെ സമ്പാദിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റ മോനാണ്. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് രാവും പകലും ഷോപ്പിംഗ് ആണ് പണി. അമ്മ ഷോപ്പിംഗ് പോകുന്നോ? അപ്പൊ നീ വലിയ കുടുംബത്തിൽ നിന്നുള്ളതാണല്ലേ? നിന്റെ അമ്മ ലക്കിയാണല്ലോ. രാവും പകലും ഷോപ്പിംഗ്. വാവ്. ഇത് നിങ്ങൾക്കുള്ളതാ. അയ്യോ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നീ വന്നത് തന്നെ സന്തോഷം. ഗിഫ്റ്റും കൂടി. ഏയ് ജയരാജ്, ഇവിടെ വാ. ഇത് ജയരാജ്, നമ്മുടെ സർപഞ്ചിയുടെ ചെറുമകൻ. വലിയ പണക്കാരനാ. ഇന്ന് തന്നെ എനിക്ക് 50,001 രൂപ ശകുനായിട്ട് തന്നു. ജിയ, വായ തുറക്ക്. ഇത് നമ്മുടെ വെഡ്ഡിംഗ് ലഡു ആണ്. വെഡ്ഡിംഗ് ലഡു. അമ്മേ, കാര്യങ്ങൾ അങ്ങനെയല്ല. മമ്മിജി, എനിക്ക് 3 കാറുകളുണ്ട്. ഒന്ന് അച്ഛൻ ഓഫീസിലേക്ക് പോകാനെടുത്തു, ഒന്ന് അമ്മ പാർലറിലേക്ക് പോകാനെടുത്തു, മൂന്നാമത്തേത് എൻ്റേതാണ്. അത് ഇന്നെൻ്റെ അനിയത്തി ഫ്രണ്ടിന്റെ പാർട്ടിക്ക് കൊണ്ടുപോയി. ഒരു മിനിറ്റ്. കള്ളൻ കൈയോടെ പിടിച്ചു. നീ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് താൻ ഒറ്റ മകനാന്ന്?
പിന്നെ ഈ അനിയത്തി ആകാശത്തുനിന്ന് പൊട്ടി വീണോ ഇപ്പോ? അമ്മേ, പിന്നെ അവൻ സത്യം തന്നെയാ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് അവരുടെ അർഹമായ ഐഡന്റിറ്റി കിട്ടാറുണ്ടോ? ആശാമ, ഇവര് രണ്ടുപേരും ചേർന്ന് കള്ളം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുക. നീ എന്നോട് കള്ളം പറഞ്ഞോ? ദൈവമേ, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ ഇങ്ങനെ ഒരു മകളെ എനിക്ക് തന്നത്? എല്ലാവരുടെയും മുന്നിൽ നീ എന്നെ അപമാനിച്ചില്ലേ? പ്ലീസ് ഒന്ന് നിർത്തമ്മേ. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ അല്ലേ? ഞാൻ അമ്മയെ പറ്റിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിശ്വസിക്ക്, ഞാൻ സത്യം തന്നെയാ പറയുന്നത്. പ്ലീസ് അമ്മേ. അപ്പൊ സത്യം പറ, ഈ വലിയ ബിസിനസ്സുകാരന്റെ മകൻ നിന്നെ എന്തിന് രക്ഷയിൽ കൊണ്ടുവന്നത്? അവൻ സത്യം തന്നെയാണ് പറഞ്ഞത്. അവന്റെ അനിയത്തി. മതിയാക്കൊന്ന്. ഇന്ന് സത്യം എന്താണെന്നും കള്ളം എന്താണെന്നും എല്ലാം അറിയും. ഗ്രേറ്റ്. ഇന്ന് എല്ലാവർക്കും ഡിന്നറിന് കടായി പനീർ കിട്ടും. കാരണം ഇവന്റെ കള്ളങ്ങൾ ഓരോന്നായി പിടിക്കപ്പെടുകയാ. ശരി, എല്ലാം പോട്ടെ. സത്യം എന്താന്ന് വെച്ചാ? അതെ, സത്യം പറ. നിനക്ക് എത്ര കാറുണ്ട്? അത് ഞാൻ ഇതുവരെ എണ്ണിയിട്ടില്ല. ഒരുപാടുണ്ട്. 1000-ൽ കൂടുതലുണ്ടാവും. എന്ത്? മുൻപേ പറഞ്ഞു 3 ഇപ്പൊ പറയുന്നു അവൻ എണ്ണിയിട്ടില്ലെന്ന്. കള്ളം പറയുന്നതിനും ഇല്ലടാ ഒരു പരിധി. നിന്റെ കള്ളങ്ങൾ കേട്ടാലേ ഡിറ്റക്ടർ പോലും റിസൈൻ ചെയ്യും. എന്റെ സത്യം കേട്ടാ നിന്റെ ലൈഫ് തന്നെ ലോഗൌട്ട് ആവും. എന്റെ പാർക്കിംഗ് ബില്ല് പോലും നിന്റെ ബാങ്ക് ബാലൻസിനേക്കാളും കൂടുതലാ. കള്ളങ്ങളോ? ബ്രോ, എന്റെ കള്ളങ്ങൾ പോലും ഇന്റർനെറ്റിൽ വെരിഫൈ ചെയ്യാവുന്നതാ. ലോസ്ല എന്ന പേരില് എനിക്കൊരു കാർ ഫാക്ടറി ഉണ്ട്. എന്താ ചെയ്യുന്നത്? ഇത്രയും ഭാരിച്ച കള്ളങ്ങൾ പറയല്ലേ. നിന്റെ അച്ഛൻ ഇലോൺ മസ്ക് ഒന്നുമല്ലല്ലോ. നമ്മുടെ കള്ളം പിടിക്കപ്പെട്ട നാളത്തെ ന്യൂസ് അതാകും. നമ്മൾ ലോക്കൽ ബെഗേഴ്സ് അല്ലെങ്കിൽ ജോക്കേഴ്സ് ആകും. പിന്നെ നോക്ക്, നിന്റെ കാരണത്താൽ ഞാൻ ഈ ലൂസർ ജയരാജനെ വിവാഹം കഴിക്കേണ്ടി വന്ന ഒറ്റ പൈസ ഞാൻ തരില്ല, ഓർത്തോ? ശരി, ഗെയിം അവസാനിപ്പിക്കാം. സത്യം എന്താന്ന് വെച്ചാ ഞാൻ എന്നെ വീണ്ടും പരിചയപ്പെടുത്താം. ഞാൻ ഇഷാൻ അവസ്ഥി, ജിയയുടെ ബോയ്ഫ്രണ്ട്. ജിയ എന്നെയാണ് തെരഞ്ഞെടുത്തത്. എന്താ മമ്മ? നമസ്തേ, ഞാൻ ജയരാജ്. ഞാൻ ഹാൻഡ് ഷേക്കും ഹഗ്ഗും ഒക്കെ എൻ്റെ നിലവാരത്തിലുള്ള ആൾക്കാരോട് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ ജിയയുടെ ഫ്യൂച്ചർ ഹസ്ബൻഡാണ്. ആശാമ തന്നെയാണ് ഞങ്ങളുടെ ബന്ധം ഫിക്സ് ചെയ്തത്. കൂടാതെ ആശാമ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നവരാണ്, അല്ലേ ആശാമ? അതെ, ഞാൻ എന്ത് ചെയ്യാനാ മോനെ? ഈ പെൺകുട്ടികൾ വലിയ സിറ്റിയിലൊക്കെ പോയി ആകെ വഷളാകുന്നു. ഞാൻ പറഞ്ഞത് അവളോട്, നിന്നെ പോലെ ഒരു ചെക്കനെ ഇനി കിട്ടില്ല, തിരഞ്ഞാലും കിട്ടില്ലെന്ന്. ഇത്രയും പണക്കാരൻ, ഇത്രയും റെസ്പെക്റ്റഡ് ആയ പവർഫുൾ ആയ ഒരാളെ ഇനി കിട്ടില്ല. പക്ഷേ എന്നെ കുറിച്ച് അവൾ ചിന്തിക്കുന്നില്ല. സിറ്റിയിലേക്ക് പോയതിനു ശേഷം ഇതാ അവളുടെ സ്വഭാവം. ഇപ്പൊ ഈ സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഇവനെയാണ് അവൾ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? ഡോണ്ട് മൈൻഡ്. അവൾ നിന്നെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നന്നായിരുന്നു. ഈ പ്രാവശ്യം അവളുടെ തിരഞ്ഞെടുപ്പ് തെറ്റാണ്. ഏയ് ജയരാജ്, നീ വിഷമിക്കണ്ട. ഇവളെക്കാളും നല്ലൊരു കുട്ടിയെ ഞാൻ നിനക്ക് വേണ്ടി കണ്ടുപിടിച്ചു തരും. എന്ത് ആശാമ? എനിക്ക് ജിയെ തന്നെ വിവാഹം കഴിച്ചാൽ മതി. അതുപോട്ടെ, അവൻ ശകുനായി എത്രയാ തന്നത്? പാക്കറ്റ് ചെറുതായിരുന്നു, 10,000 ഉണ്ടാകുമായിരിക്കും. ആശാമ, ഞാൻ 50,000 രൂപയാ തന്നത്. ഇവൻ വെറും 10,000 രൂപയും. അവൻ ഇത്രയും പണക്കാരനാണെങ്കിൽ ഒരു റിച്ച് ഗിഫ്റ്റ് തന്നെ തരില്ലായിരുന്നോ? ഇത് ഡൊണേഷൻ പോലെ തോന്നുന്നില്ലേ? ജയരാജ്, എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ല. എന്താ? എനിക്കെന്താ കുഴപ്പം? ഇവൻ എന്നെക്കാളും പണക്കാരനാണോ, അല്ലെങ്കിൽ എന്നെക്കാളും നല്ലവനാണോ? അതെ, കാരണം ഞാൻ അവന്റെ ബാങ്ക് ബാലൻസ് അല്ല നോക്കുന്നത്. അവനെ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്. അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. നിന്നെ പോലെ അച്ഛന്റെ പണത്തിൽ ജീവിക്കുന്നവനല്ല. മിണ്ടാതിരിക്കും ജിയ. എന്താ നീ പറയുന്നത്? സിറ്റിയിലൊക്കെ പോയി ആളുകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് നീ മറന്നോ? ഞാൻ പറഞ്ഞത് ഇഷാന്റെ അച്ഛൻ ഒരു ചെറിയ ബിസിനസ്സുകാരനല്ല, വലിയ നഗരത്തിലെ ബിസിനസ്സുകാരനാ. ഇഷാൻ സ്വന്തമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവനാ. അച്ഛന്റെ പാൽക്കുപ്പിയായിട്ട് അവരുടെ പണത്തിൽ ജീവിക്കുന്ന ഒരാളല്ല. പിന്നെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ആളുമല്ല. അവന്റെ അച്ഛൻ വലിയ പണക്കാരനൊന്നുമല്ല. അതുകൊണ്ടാണ് ജിയെ അവൻ റിക്ഷയിൽ കൊണ്ടുവന്നത്.
എന്റെ പൂ പോലെയുള്ള മകളെന്ന് റിക്ഷയിൽ കൊണ്ടുവന്നോ? അതെ, എന്റെ ആളുകൾ തന്നെ കണ്ടതാ. അവര് റിക്ഷയിൽ നിന്ന് ഇറങ്ങുന്നതും പണം കൊടുക്കുന്നതും എല്ലാം. അവന്റെ അച്ഛൻ പണക്കാരനല്ല, അവൻ നമ്മുടെ ജിയെ കൊടുക്കുക. നീ എന്താ വിചാരിച്ച് നിനക്ക് ജിയെ അത്ര എളുപ്പത്തിൽ അങ്ങ് സ്വന്തമാക്കാന്നോ? ഞാൻ ഇവിടെ ഉള്ളപ്പോ അവളെ സ്പർശിക്കാൻ പോലും നിനക്ക് കഴിയില്ല, മനസ്സിലായോ? അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറയുമോ? അവൾ സ്നേഹിക്കുന്ന ആള് തന്നെയാണ് അവളുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾ തിരിച്ചറിയുമോ?